KSU മുഖ്യമന്ത്രി തർക്കം ഒന്ന് നോക്കാം. അതായത് ഈ കുറച്ച് ദിവസങ്ങളായി KSU മുഖ്യമന്ത്രിയും തമ്മിലുള്ള തർക്കം ഇങ്ങനെ കൊടുമ്പിരിക്കൊള്ളുന്നൊരു പശ്ചാത്തലമാണ്. ഈ കോൺഗ്രസിനുള്ളിൽ ഈ ഭിന്നത അതിരൂക്ഷമാകുന്നൊരു സാഹചര്യമാണ് കുറച്ച് ദിവസങ്ങളായി നമ്മൾ കാണുന്നത്. ഇപ്പോൾ ഈ KSU മുഖ്യമന്ത്രി തർക്കത്തിൽ കടുത്ത അതൃപ്തിയുമായി മുതിർന്ന നേതാക്കൾ കൂടി രംഗത്ത് വന്നിരിക്കുകയാണ്. മുഖ്യമന്ത്രി ചർച്ചയ്ക്ക് തയ്യാറാകണമെന്നും KPCC അധ്യക്ഷൻ ഇടപെടണമെന്നുമാണ് ആവശ്യം. അതായത് ഈ KSUവിൻ്റെ പരാതി പരിഹരിക്കണമെന്നും നേതാക്കൾ ആവശ്യപ്പെടുന്നുണ്ട്. എന്നാൽ മുഖ്യമന്ത്രി VD സതീശൻ അനുനയത്തിന് വഴങ്ങിയിട്ടില്ല. KSUവിൻ്റെ പരസ്യ പ്രതികരണം ബോധപൂർവമാണെന്നും വിവാദങ്ങൾ ആസൂത്രിതമാണെന്നുമാണ് സതീശൻ വിഭാഗത്തിൻ്റെ ആരോപണം. ഇതിൻ്റെ വിശദാംശങ്ങളുമായി രാവിലെ തന്നെ നമ്മോടൊപ്പം നൃപൻ ചക്രവർത്തി കൂടി ചേരുന്നുണ്ട്. നൃപൻ, ഗുഡ് മോർണിംഗ്. നൃപൻ, ഈ കുറച്ച് ദിവസങ്ങളായി കോൺഗ്രസിൽ ഈ KSU മുഖ്യമന്ത്രിയും തമ്മിലുള്ള ഈ തർക്കങ്ങൾ ഇങ്ങനെ രൂക്ഷമാകുന്നൊരു സാഹചര്യമാണ്. കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ കണ്ടതാണ്. ഈ ഒരു പ്ലീഡർ നിയമനത്തെ ചൊല്ലിയുള്ള തർക്കമാണ്. ഈ പ്ലീഡർ സംഘപരിവാർ നേതാക്കളെ കോൺഗ്രസിലേക്ക് തിരികെ കയറ്റുന്നു എന്നൊരു ആക്ഷേപം കോൺഗ്രസിനുള്ളിൽ തന്നെ വലിയ രീതിയിൽ പുകയുന്നുണ്ട്. ഇതിനെതിരെയാണ് KSU അവരുടെ വിമർശനം ഉന്നയിച്ചത്. അത് മുഖ്യമന്ത്രിക്ക് ഇഷ്ടപ്പെടുന്നില്ല. മുഖ്യമന്ത്രി KSUവിനെ തള്ളിപ്പറയുന്നു. KSUവിന് എന്ത് കാര്യമെന്നാണ് മുഖ്യമന്ത്രി ചോദിച്ചത്. KSU ജില്ലാ പ്രസിഡന്റ് അലോഷ്യസ് സേവ്യറിനെ കാണാൻ മുഖ്യമന്ത്രി കൂട്ടാക്കുന്നില്ല. തുടർന്ന് ഇവർ ഒരു പരിപാടിയിൽ സംഗമിക്കുന്നു. പക്ഷേ മുഖം കൊടുക്കാതെ മുഖ്യമന്ത്രി പോകുന്നു. അലോഷ്യസ് സേവ്യറിനെ ചേർത്ത് നിർത്തി മുതിർന്ന നേതാക്കളൊക്കെ രംഗത്തെത്തുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. കഴിഞ്ഞ ദിവസം VM സുധീരൻ അടക്കം അലോഷ്യസ് സേവ്യറിനെ ചേർത്ത് നിർത്തി ധൈര്യമായി മുന്നോട്ട് വെക്കോളൂ, പറയേണ്ടത് എവിടെ വേണമെങ്കിലും ധൈര്യമായി പറയാമെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ കണ്ടതാണ്. അതോടൊപ്പം തന്നെ KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ളവർ KSUവിന് വലിയ സപ്പോർട്ടുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഈ VD സതീശൻ പക്ഷം ഇതിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. അതായത് മുഖ്യമന്ത്രിയുമായി ഒരു കൂടിക്കാഴ്ചയ്ക്ക് ഇതുവരെ മുഖ്യമന്ത്രി ഒരു അനുമതി നൽകിയിട്ടില്ല. അതിന് KSU തയ്യാറാണെന്ന് KSU തന്നെ അറിയിച്ചിട്ടുണ്ട്. ഇതിങ്ങനെ ഒരു നീണ്ടു പോകുന്ന ഒരു സാഹചര്യമാണ്. അതായത് ഇതിനൊരു അന്ത്യം കാണാതെ കോൺഗ്രസിനുള്ളിൽ ഈ ഇരുപക്ഷവും ചേർന്ന് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ്. KSU കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് ഈ KSU ഉന്നയിച്ച വിമർശനം, ഈ അലോഷ്യസ് സേവ്യർ ഒരു കാര്യം എടുത്തു പറഞ്ഞത് ഇതാണ്: ഞങ്ങൾ ഒരു തെറ്റ് ചൂണ്ടിക്കാണിക്കുകയാണ് ചെയ്തത്, അത് വെറും ഒരു വിമർശനമായി തള്ളിക്കളയരുത് എന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചിട്ടുള്ളത്. എന്താണ് ഈ കോൺഗ്രസിനുള്ളിൽ നടക്കുന്നത്? തീർച്ചയായും അവന്തിക തന്നെ മുഖവരിയായി കാര്യങ്ങൾ പൂർണ്ണമായി വ്യക്തമാക്കി. ഇനി കൂട്ടിച്ചേർക്കലുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവന്തിക സൂചിപ്പിച്ച കാര്യം തന്നെയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസമായി ഈ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം KPCC ഒരു വഴിക്കും കോൺഗ്രസ് പാർട്ടി ലീഡർഷിപ്പ് ഒരു വഴിക്കും, മറുഭാഗത്ത് മുഖ്യമന്ത്രി ഏകപക്ഷീയമായി മറുഭാഗത്തും പോകുന്നു എന്നതാണ്. അത് സർക്കാരിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ, സർക്കാരിൻ്റെ നയപരമായ തീരുമാനങ്ങൾ, ബഡ്ജറ്റിൽ നടത്തിയ പ്രഖ്യാപനങ്ങളിലൊക്കെ തന്നെ നേരത്തെ തന്നെ പലതരത്തിലുള്ള വിമർശനങ്ങൾ വന്നിരുന്നു. മുതിർന്ന നേതാവ്, മുൻ KPCC അധ്യക്ഷനായിട്ടുള്ള VM സുധീരനാണ് പരസ്യമായി ആദ്യമായി രംഗത്ത് വരികയും മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്യുകയും തിരുത്തണം എന്നാവശ്യപ്പെടുകയും ചെയ്തത്. തുടർന്ന് KPCC ജനറൽ സെക്രട്ടറിമാർ വിവിധ വിഷയങ്ങളിൽ, ഒന്ന് ബന്ധു നിയമനവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളുണ്ടായി, പിന്നെ പ്ലീഡർമാരുമായി ബന്ധപ്പെട്ട നിയമനങ്ങൾ, പലതരത്തിലുള്ള വിവാദങ്ങളുണ്ടായി. KPCC ജനറൽ സെക്രട്ടറിമാർ 2 പേർ അടിയന്തരമായി KPCC യോഗം ചേരണമെന്ന് ആവശ്യപ്പെട്ടു. പക്ഷേ ഇതുവരെ ചേർന്നിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് KSU ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം പ്ലീഡർമാരുടെ നിയമനത്തിൽ മുന്നോട്ട് വയ്ക്കുന്നത്. പരസ്യമായി തന്നെ KSUവിൻ്റെ സംസ്ഥാന പ്രസിഡന്റായിട്ടുള്ള അലോഷ്യസ് സേവ്യർ അദ്ദേഹത്തിൻ്റെ നിലപാട് വ്യക്തമാക്കുകയും ഫേസ്ബുക്ക് വഴി അദ്ദേഹം മുഖ്യമന്ത്രി ഇത് തിരുത്തണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട ഒരു ആശയവിനിമയത്തിന് മുഖ്യമന്ത്രി ആ ഘട്ടത്തിൽ തയ്യാറായില്ല. ഒരു പടി കൂടി കടന്ന് മുഖ്യമന്ത്രി KSUയെ പൂർണ്ണമായി തള്ളിപ്പറഞ്ഞു എന്നതാണ്. ഒരു വാർത്താ സമ്മേളനത്തിൽ, ക്യാബിനറ്റ് ബ്രീഫിങ്ങിൻ്റെ വാർത്താ സമ്മേളനത്തിൽ KSU ആണോ പ്ലീഡർമാരെ തീരുമാനിക്കുന്നത്, KSUവിനൊന്നും ഈ കാര്യങ്ങളിൽ ഒരു തരത്തിലുള്ള ഇടപെടേണ്ട ആവശ്യവുമില്ല, അവരെല്ലാ കാര്യങ്ങൾ തീരുമാനിക്കേണ്ട തരത്തിലുള്ള ഇൻസൾട്ട് തന്നെയാണ് KSUവിന് സംഭവിച്ചത്. സംസ്ഥാന അധ്യക്ഷനെ മാത്രമല്ല, അത് KSU എന്ന സംഘടനയെ, പോഷക സംഘടനയെ ആകെ അവഹേളിച്ചു എന്ന വികാരമാണ് കോൺഗ്രസിൽ ഗ്രൂപ്പിന് അതീതമായി ഉള്ളത്. അത് ഐയാകട്ടെ, വിഭാഗമാകട്ടെ, മുതിർന്ന നേതാക്കൾ, VS സുധീരനെ പോലുള്ള നേതാക്കൾ, എല്ലാവർക്കും ഒരേ വികാരമാണ് ഉള്ളത്. കഴിഞ്ഞ ദിവസം ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണ സമ്മേളനവുമായി ബന്ധപ്പെട്ട് KPCC ആസ്ഥാനത്ത് വളപ്പിൽ പ്രത്യേകം തയ്യാറാക്കിയ പന്തലിൽ വെച്ച് തന്നെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ പരോക്ഷമായി അതിരൂക്ഷമായിട്ടാണ് മുൻ KPCC അധ്യക്ഷനായിട്ടുള്ള VS സുധീരൻ വിമർശിച്ചത്. മാത്രമല്ല, KSUവിൻ്റെ പ്രതാപകാലം, യൂത്ത് കോൺഗ്രസിൻ്റെ പ്രതാപകാലം, അങ്ങനെ ഒരു നിര നേതാക്കൾ വളർന്നു വന്നത് വയലാർ രവി, AK ആന്റണി, ഉമ്മൻചാണ്ടി, VS സുധീരൻ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഇന്ന് കേരളത്തിലെ ഏറ്റവും
പ്രധാനപ്പെട്ട നേതാക്കൾ, കേരളത്തിൻ്റെ ഈ കോൺഗ്രസിനെ നയിക്കുന്ന പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ KSUവിൻ്റെ വലിയ തരത്തിലുള്ള ലെഗസി പേറുന്നവരാണ്. അങ്ങനെ ഒരു സംഘടനയുടെ പാരമ്പര്യവും ചരിത്രവും ഒക്കെ തന്നെ എടുത്തു പറഞ്ഞുകൊണ്ടായിരുന്നു VS സുധീരൻ്റെ അതിരൂക്ഷമായ വിമർശനം കഴിഞ്ഞ ദിവസം ഉണ്ടായത്. ഒപ്പം തന്നെ അതേ വേദിയിൽ തന്നെ തൊട്ടരികിലേക്ക് വിളിച്ച് ചേർത്ത് നിർത്തി അലോഷ്യസ് സേവ്യറിന് പൂർണ്ണമായ പിന്തുണ ഒരു യുദ്ധപ്രഖ്യാപനം പോലെ VS സുധീരൻ നടത്തുകയും ചെയ്തു. ആ വേദിയിലിരുന്ന പൂർണ്ണമായി നേതാക്കൾക്ക് ഒന്നോ രണ്ടോ പേരൊഴിച്ച് വിൻസെൻ്റ് MLA ഒഴിച്ച് ബാക്കിയുള്ള കോൺഗ്രസ് നേതാക്കൾക്കെല്ലാം അതേ വികാരം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് എന്ന കാര്യം ഉറപ്പാണ്. പലരും KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് അടക്കമുള്ള നേതാക്കളുടെ മനസ്സും ഏറെക്കുറെ അങ്ങനെ തന്നെയായിരുന്നു. കയ്യടിയോടെയാണ് അവിടെ ഇരുന്ന KPCC ജനറൽ സെക്രട്ടറിമാരടക്കം VS സുധീരൻ്റെ പ്രഖ്യാപനത്തെ എതിരേറ്റത്. മാത്രമല്ല VS സുധീരൻ പറഞ്ഞത് ധൈര്യമായി മുന്നോട്ട് പോകണം, അഭിപ്രായ വ്യത്യാസങ്ങൾ ഇത്തരം കാര്യങ്ങളിൽ അഭിപ്രായങ്ങൾ പറയുമ്പോൾ വലിയ തരത്തിൽ എതിർപ്പുണ്ടാകും, പക്ഷെ പിന്നോട്ട് പോകരുത്, എടുത്ത നിലപാടിൽ ശക്തമായി ഉറച്ചു നിൽക്കണം എന്ന അലോഷ്യസ് സേവ്യറിന് പിന്തുണയും അദ്ദേഹം പ്രഖ്യാപിച്ചു. തുടർന്നാണ് രമേശ് ചെന്നിത്തലയുടെ പിന്തുണ വരുന്നത്. രമേശ് ചെന്നിത്തല KSUവിൻ്റെ പ്രശ്നങ്ങൾ കേൾക്കണം, പരിഹരിക്കണം എന്ന നിലപാട് സ്വീകരിച്ചു. KC വേണുഗോപാൽ KSUവിന് എന്തെങ്കിലും തരത്തിൽ വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ സർക്കാരും പാർട്ടിയും അത് പരിഹരിക്കുമെന്ന് പറഞ്ഞു. തുടർന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫുമായി അലോഷ്യസ് സേവ്യർ കൂടിക്കാഴ്ച നടത്തി. ആ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പാർട്ടി പ്രശ്നങ്ങൾ പരിഹരിക്കും എന്ന നിലപാട് അദ്ദേഹം സ്വീകരിക്കുന്നു. മാത്രമല്ല അലോഷ്യസ് സേവ്യർ അവസാനം പറഞ്ഞു നിർത്തിയത് പ്രശ്നങ്ങൾ, തങ്ങൾ ഉന്നയിച്ച പ്രശ്നങ്ങൾ അവിടെ തന്നെ നിലനിൽക്കുന്നു എന്നാണ്. അതായത് പ്ലീഡർമാരുടെ നിയമനത്തിൽ മുഖ്യമന്ത്രി തിരുത്തേണ്ടി വരും എന്ന വാദം തന്നെയാണ് KSU മുന്നോട്ട് വയ്ക്കുന്നത്. ഇപ്പോഴും KSU മുഖ്യമന്ത്രി ക്ഷണിക്കും എന്ന നിലപാടിൽ കാത്തിരിക്കുകയാണ്. പക്ഷേ കഴിഞ്ഞ ദിവസത്തെ ഉമ്മൻചാണ്ടി അനുസ്മരണവുമായി ബന്ധപ്പെട്ട പുതുപ്പള്ളിയിൽ നടന്ന പരിപാടിയിലും ഇന്ദിരാഭവനിൽ നടന്ന പരിപാടിയിലും മുഖ്യമന്ത്രി VD സതീശൻ പങ്കെടുത്തിരുന്നില്ല. കാരണം ഉമ്മൻചാണ്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട 3ാം വാർഷികമാണ്, സർക്കാർ അധികാരത്തിൽ വന്ന ശേഷമുള്ള ഉമ്മൻചാണ്ടിയുടെ ചരമവാർഷികം. ആ ചരമവാർഷികത്തിൽ KPCCയിൽ നടന്ന പരിപാടിയിലും പുതുപ്പള്ളിയിൽ നടന്ന KC വേണുഗോപാലും തിരുവനന്തപുരത്ത് KPCC അധ്യക്ഷനും VS സുധീരനും അടക്കം നേതാക്കൾ പങ്കെടുത്ത 2 പരിപാടിയിലും മുഖ്യമന്ത്രി പങ്കെടുത്തില്ല. എന്നാൽ അതേ വേദിയിൽ തന്നെ ഈ മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്ത അലോഷ്യസ് സേവ്യർ പങ്കെടുക്കുകയും VS സുധീരൻ അദ്ദേഹത്തെ അഭിനന്ദിക്കുകയും എല്ലാവിധ പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തു. അതുകൊണ്ട് കോൺഗ്രസിൽ ഈ വിവാദങ്ങളിൽ 2 ചേരി രൂപപ്പെട്ടിട്ടുണ്ട് എന്ന കാര്യം ഉറപ്പാണ്. ഇക്കാര്യങ്ങളിൽ അടിയന്തരമായി പാർട്ടി ലീഡർഷിപ്പ്, പ്രത്യേകിച്ച് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് ശക്തമായി ഇടപെടണം, ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ഇക്കാര്യത്തിൽ പാടില്ല എന്ന നിലപാട് തന്നെയാണ് VS സുധീരനും മുല്ലപ്പള്ളി രാമചന്ദ്രൻ തുടങ്ങിയ മുതിർന്ന നേതാക്കൾക്കുള്ളത്. പക്ഷേ പാർട്ടിക്കകത്ത് തന്നെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കണം, പുറത്തേക്ക് വിമർശനങ്ങൾ കൊണ്ടുപോകരുത് എന്ന നിലപാട് നേതാക്കൾ പറയുന്നു. ഒപ്പം തന്നെ VD സതീശൻ്റെ ഏകപക്ഷീയമായ നിലപാടുകൾക്കെതിരെ കടുത്ത വിമർശനവും നേതാക്കൾ ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ ഇങ്ങനെയുള്ള വിമർശനവും വിവാദവും ഒക്കെ ഉണ്ടാകുമ്പോഴും VD സതീശൻ ഒരു തരത്തിലും വഴങ്ങുന്നില്ല. അദ്ദേഹം ഒരു കൂടിക്കാഴ്ചയ്ക്ക് സമയം KSUവിന് ഇതുവരെ അനുവദിച്ച് നൽകിയില്ല. മാത്രമല്ല ക്യാമ്പസിൽ വെച്ച് നടന്ന ഒരു പരിപാടിയിൽ KSUവിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവ്യർ മുന്നിലേക്ക് ആഞ്ഞ് അദ്ദേഹത്തെ വിഷ് ചെയ്യാനും മുഖ്യമന്ത്രിയെ കാണാനും ശ്രമിച്ചപ്പോൾ പോലും മുഖം തിരിഞ്ഞു പോകുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. അത് വലിയ വിവാദമായി. മാത്രമല്ല അദ്ദേഹം പരസ്യമായി KSUവിനെ തള്ളിപ്പറയുകയും ചെയ്തിട്ടുണ്ട്. VD സതീശൻ അനുകൂലികളുടെ ഒരു ഉറച്ച നിലപാട് എന്ന് പറയുന്നത് ഇക്കാര്യത്തിൽ ഈ അലോഷ്യസ് സേവ്യർ KSU ഉന്നയിച്ചത് വെറുതെയല്ല, അതൊരു ആസൂത്രിത നീക്കമാണ്. സർക്കാരിനെ പ്രതിസന്ധിയിലാക്കാൻ ചില കോണുകളിൽ നിന്ന് നീക്കം ആരംഭിച്ചിട്ടുണ്ട്. പരസ്യമായി സർക്കാരിനെ വിമർശിക്കുക, സർക്കാരിനെ പ്രതിസന്ധിയിലാക്കുക, മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്യുക, ഇതിന് നീക്കം നടത്തുന്നതിന് പിന്നിൽ ചില പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെയുണ്ട്. അവർ സംശയിക്കുന്നത് KC വേണുഗോപാൽ വിഭാഗത്തെ തന്നെയാണ്. കേരളത്തിൽ ഈ അലോഷ്യസ് സേവ്യറിന് രഹസ്യമായി പിന്തുണ നൽകുകയും ഇങ്ങനെ മാധ്യമങ്ങളിൽ തുടരെ വാർത്ത വരുന്നതിന് പിന്നിൽ സർക്കാരിനെയും VD സതീശനെ ഒറ്റപ്പെടുത്താനുള്ള നീക്കമാണ്. അതിന് വഴങ്ങിക്കൊടുക്കില്ല എന്ന നിലപാട് തന്നെയാണ് VD സതീശൻ സ്വീകരിക്കുന്നത്. അടുത്ത ദിവസങ്ങളിൽ നേതാക്കൾ തമ്മിലുള്ള ആശയവിനിമയത്തിൽ എങ്ങനെയെങ്കിലും മഞ്ഞുരുകാനുള്ള സാധ്യതയുണ്ടോ എന്ന കാര്യം കാത്തിരുന്ന് കാണേണ്ടതാണ്. പക്ഷേ ഇനി KSUമായി സംസാരിക്കുമ്പോൾ, അലോഷ്യസ് സേവ്യറുമായി സംസാരിക്കുമ്പോൾ ഈ പ്ലീഡർമാരുടെ നിയമനം പിൻവലിക്കാൻ മുഖ്യമന്ത്രി തയ്യാറായാൽ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയായിരിക്കും. മറിച്ച് ഒരു സമവായ ചർച്ച കൊണ്ട് പ്രശ്നങ്ങൾ ആഭ്യന്തരമായി പരിഹരിച്ച് മുന്നോട്ട് പോകാനുള്ള നീക്കമായിരിക്കും KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് നടത്തുക. കാരണം KPCC അധ്യക്ഷനെ സംബന്ധിച്ചിടത്തോളം ഒരു താൽക്കാലിക പദവിയിൽ അദ്ദേഹം മന്ത്രിയായി, വൈദ്യുത വകുപ്പ് മന്ത്രിയായി പോയതിനു ശേഷം വിവാദങ്ങളിലൊന്നും ഇടപെടാതെ നിൽക്കുന്നൊരു സമീപനമാണ് അദ്ദേഹം സ്വീകരിക്കുന്നത്. അദ്ദേഹം ഒരു കർക്കശമായൊരു സമീപനം ഇക്കാര്യത്തിൽ സ്വീകരിക്കാനുള്ള സാധ്യതയില്ല. അദ്ദേഹം എത്രയും വേഗം പദവി ഒഴിയണമെന്ന് ആഗ്രഹിക്കുന്നു. പക്ഷേ അപ്പോഴാണ് വിവാദങ്ങൾ തുടരെ വരുന്നത്. പുതിയ KPCC അധ്യക്ഷനെ തീരുമാനിക്കാനും ആകുന്നില്ല. അങ്ങനെ സർക്കാർ 2 മാസം പൂർത്തിയാക്കുമ്പോൾ തന്നെ UDF യോഗം ചേരുന്നില്ല, KPCC യോഗം ചേരുന്നില്ല, KSU അടക്കമുള്ള പോഷക സംഘടനകൾ പരസ്യമായി രംഗത്ത് വരുന്നു. മുഖ്യമന്ത്രി ഒരു ഭാഗത്തും പാർട്ടിയും മുന്നണിയും മറുഭാഗത്തും എന്ന രീതിയിലേക്ക്
UDF രാഷ്ട്രീയം മാറുകയാണ്. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധി തന്നെയാണ്. ഈ വിവാദ വിഷയങ്ങളിൽ പാർട്ടിയുടെ പിന്തുണ സ്വാഭാവികമായും മുഖ്യമന്ത്രിക്ക് ആവശ്യമാണ്. അത് സ്വരൂപിക്കാൻ കൂടെ ചേർക്കാൻ മുഖ്യമന്ത്രിക്ക് കഴിയുന്നുമില്ല. അവന്തിക. അതായത് നൃപൻ, ഇവിടെ ഒരു കാര്യം വളരെ വ്യക്തമാണ്. ഇത് ഒരിക്കലും KSUവും മുഖ്യമന്ത്രിയും തമ്മിലുള്ള പ്രശ്നമായിട്ട് മാത്രം ഇതിനെ ഒതുക്കി തീർക്കാനോ അല്ലെങ്കിൽ കാണാനോ സാധിക്കില്ല. കാരണം മുഖ്യമന്ത്രി എടുത്ത ചില ഏകപക്ഷീയമായ നിലപാടുകളുണ്ട്. ഈ മദ്യനയത്തിലെ ഇളവുകൾ ഉൾപ്പെടെ, ഈ അദാനി വിഷയം ഉൾപ്പെടെ, ഇത്തരത്തിലുള്ള പല കാര്യങ്ങളിലും മുഖ്യമന്ത്രി എടുത്ത ഈ ഏകപക്ഷീയ നിലപാടുകളിൽ കോൺഗ്രസിനകത്ത് തന്നെ വലിയ രീതിയിലുള്ള ഭിന്നത സൃഷ്ടിച്ചിട്ടുണ്ട്. ഈ ഒരു എതിർപ്പൊക്കെ തന്നെയാണ് ഇപ്പോൾ ഈ KSUവും മുഖ്യമന്ത്രിയും തമ്മിലുള്ള ഈ ഒരു വിഷയം വന്നപ്പോൾ ഇതൊക്കെ പുറത്ത് വന്നു എന്ന് വേണം നമ്മൾ കരുതാൻ. കാരണം നിലപാട് ഈ KSUവിനൊപ്പം നിലപാടെടുത്ത നേതാക്കളൊക്കെ മുതിർന്ന KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ളവർ ഈ KSUവിനെ പിന്തുണച്ചൊക്കെ മുന്നിലോട്ട് വരുമ്പോൾ ഇതൊരിക്കലും KSUവും മുഖ്യമന്ത്രിയും തമ്മിലുള്ള വിഷയമായി മാത്രം കാണാൻ സാധിക്കുന്നതല്ല. ഇത് സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ അവന്തിയെ സൂചിപ്പിച്ച ഒന്ന് രണ്ട് കാര്യങ്ങൾ തന്നെയാണ്. ഇത് കേവലം വ്യക്തിപരമായ പ്രശ്നങ്ങളല്ല. കാരണം സർക്കാർ വന്ന ശേഷം VD സതീശൻ അദ്ദേഹത്തിൻ്റെതായ ചില വിഷനുകൾ, ഒന്ന് സ്വകാര്യവൽക്കരണം, കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട സ്വകാര്യ നിക്ഷേപം, ഒപ്പം തന്നെ വീര്യം കുറഞ്ഞ മദ്യത്തിൻ്റെ നികുതി ഇളവ്, ഇത്തരം പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് പാർട്ടിയുമായി ഒരു തരത്തിലുള്ള ചർച്ചയും നടത്താതെ ഏകപക്ഷീയമായ പ്രഖ്യാപനങ്ങളായിരുന്നു. അത് മുന്നണി സംവിധാനത്തിനകത്ത് നിരക്കുന്നതല്ല എന്ന അഭിപ്രായം മുന്നണിക്കകത്ത് തന്നെ ഉണ്ട്. കാരണം മന്ത്രി പോലും അറിയാതെ, എക്സൈസ് വകുപ്പ് മന്ത്രി പോലും അറിയാതെ ബഡ്ജറ്റിൽ അങ്ങനെ ഒരു പ്രഖ്യാപനം വരുന്നു, വീര്യം കുറഞ്ഞ മദ്യത്തിൻ്റെ നികുതി ഇളവ്. ഒപ്പം തന്നെ കരിമണൽ ഖനനത്തിന് സ്വകാര്യ നിക്ഷേപം ആകർഷിക്കും എന്ന കാര്യം അദ്ദേഹം പ്രഖ്യാപിക്കുന്നു. തുടർന്നാണ് വിഴിഞ്ഞം ഓഹരി കരാറുമായി ബന്ധപ്പെട്ടിട്ടുള്ള വലിയ തരത്തിലുള്ള വിവാദങ്ങൾ വരുന്നത്. ഇത്തരം പ്രശ്നങ്ങളിലൊക്കെ തന്നെ പാർട്ടിക്ക് എതിരഭിപ്രായമുണ്ട്. പ്ലീഡർമാരുടെ നിയമനത്തിലും ഒപ്പം തന്നെ ബന്ധു നിയമനത്തിലും അടക്കമുള്ള വിമർശനങ്ങൾ നേരത്തെ ഉണ്ട്. അങ്ങനെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ നിയമനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വലിയ KPCC ജനറൽ സെക്രട്ടറി PM നിയാസാണ് പരസ്യമായി നിലപാട് സ്വീകരിക്കുകയും KPCC അധ്യക്ഷന് കത്ത് നൽകുകയും ചെയ്തത്. ഇങ്ങനെ നിരന്തരമായ പല പ്രശ്നങ്ങളിലും അഭിപ്രായ വ്യത്യാസങ്ങൾ പാർട്ടിക്കുള്ളിലുണ്ട്. പക്ഷേ ഇതൊന്നും കേൾക്കാൻ ഇപ്പോഴും മുഖ്യമന്ത്രി തയ്യാറാകുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത്തരം വിഷയങ്ങൾ പാർട്ടിക്ക് ഇനിഷ്യേറ്റീവ് എടുക്കാൻ, അത്തരം വിഷയങ്ങൾ പരിഹരിക്കുന്നതിന് നിലവിലുള്ള KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിന് കഴിയുന്നില്ല. കാരണം അദ്ദേഹം വൈദ്യുതി വകുപ്പ് മന്ത്രിയാണ്. ഈ പദവി വിട്ട് പോകാൻ അദ്ദേഹം തീരുമാനിച്ചു കഴിഞ്ഞു. അദ്ദേഹം രാജ്യസന്നദ്ധ അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ AICCയെ സംബന്ധിച്ചിടത്തോളം ഇതിൽ ഇടപെടേണ്ട ഒരാളെന്ന് പറയുന്നത് AICCയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള KC വേണുഗോപാലാണ്. അദ്ദേഹം മുഖ്യമന്ത്രി പദത്തിൽ അവസാന നിമിഷം വരെ പരിഗണിക്കപ്പെട്ട ശേഷം ഒഴിവാക്കപ്പെട്ടൊരു നേതാവാണ്. അദ്ദേഹത്തിന് ഇത്തരം വിഷയങ്ങളിൽ ഒരു ഭാഗം ചേർന്ന് പരസ്യമായി രംഗത്തെത്താൻ കഴിയില്ല. കാരണം അങ്ങനെ എത്തിയാൽ അത് KC വേണുഗോപാൽ VD സതീശൻ എന്ന തരത്തിലേക്ക് രണ്ട് എതിർചേരികൾ തമ്മിലുള്ള പോരിലേക്ക് പോകും. അതുകൊണ്ട് നേരിട്ട് രംഗത്തിറങ്ങാൻ ഇപ്പോൾ KC വിഭാഗം നേതാക്കൾ, പ്രത്യേകിച്ച് KC വേണുഗോപാൽ നേരിട്ട് ഇറങ്ങുന്നില്ല എന്നാണ് ഭാഗം. പക്ഷേ KC വിഭാഗം നേതാക്കളുടെ KCയുടെ ഏറ്റവും അനുകൂലികളായിട്ടുള്ള രണ്ട് KPCC ജനറൽ സെക്രട്ടറിമാരാണ് പരസ്യമായി രംഗത്തെത്തുകയും യോഗം വിളിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തത്. അതുകൊണ്ട് KC അറിയാതെ ഈ നേതാക്കൾ രംഗത്തെത്താനുള്ള സാധ്യതയുമില്ല. അങ്ങനെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ സാധാരണ അധികാരം വരുമ്പോഴേക്കും പാർട്ടിയും ഒപ്പം തന്നെ മുഖ്യമന്ത്രിയും രണ്ട് ചേരിയിലാകുന്നത് ആദ്യ സംഭവമല്ല. K കരുണാകരൻ്റെ കാലത്തും ഒപ്പം തന്നെ AK ആൻ്റണിയുടെ കാലത്തും ഉമ്മൻചാണ്ടിയുടെ കാലത്തും ഒക്കെ ഇത് സംഭവിച്ചിട്ടുണ്ട്. ഉമ്മൻചാണ്ടിയുടെ കാലത്തൊക്കെ തന്നെ അതിരൂക്ഷമായാണ് അവസാന സർക്കാരിൻ്റെ കാലത്ത് VS സുധീരനും ഒപ്പം തന്നെ ബാർ കോഴയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ VS സുധീരനും ഉമ്മൻചാണ്ടിയും തമ്മിലുള്ള കടുത്ത പോരിലേക്ക് പോകുന്നത്. അദാനി കരാറുമായി ബന്ധപ്പെട്ട് പരസ്യമായി ഉമ്മൻചാണ്ടിയെ തള്ളിപ്പറയുന്ന നിലപാടായിരുന്നു അന്ന് KPCC അധ്യക്ഷൻ VS സുധീരൻ എടുത്തിരുന്നത്. പക്ഷേ അതിനൊക്കെ ഒരു കാലാവധി ഉണ്ടായിരുന്നു. 1-2 വർഷം കഴിഞ്ഞ ശേഷമാണ് ഇത്തരത്തിലുള്ള വലിയ തരത്തിൽ കൊടുങ്കാറ്റ് പാർട്ടിയിൽ മുന്നണിയിൽ ഉണ്ടാകുക. പക്ഷേ കേവലം 2 മാസം തികയുന്നതിന് മുമ്പ് തന്നെ ഇത്തരത്തിലേക്കുള്ള വലിയ പോരിലേക്ക് കോൺഗ്രസ് രാഷ്ട്രീയം പോയി എന്നതാണ്. പക്ഷേ ഇക്കാര്യത്തിൽ ഇനിഷ്യേറ്റീവ് എടുക്കേണ്ട ഒരു നേതാവ് എന്ന് പറയുന്നത് കേരളത്തിലെ മുഖ്യമന്ത്രി VD സതീശനാണ്. അദ്ദേഹം എന്തുകൊണ്ട് പാർട്ടിയെയും മുന്നണിയും മുഖവിലേക്കെടുത്ത് മുന്നോട്ട് പോകുന്നില്ല, എതിരഭിപ്രായങ്ങളെ കേൾക്കുന്നില്ല, സഹിഷ്ണുതയോടുകൂടി നേതാക്കളെ കേൾക്കാൻ തയ്യാറാകുന്നില്ല എന്ന ചോദ്യം ഉടലെടുത്തിരിക്കുന്നു. അത് മുഖ്യമന്ത്രി തിരുത്തുമോ പാർട്ടി അദ്ദേഹത്തെ തിരുത്തുമോ എന്ന കാര്യം കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. അവന്തിക.